ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൃഷ്ണരാജപുരത്തിന് സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകുന്ന യാത്രയും ബാക്കിയുള്ള ആ ദിവസത്തെ കാഴ്ചകളാണ് ഇന്ന് കാണിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ടാക്സി പിടിച്ചതായിട്ട് യൂബർ വിളിച്ചതായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണാം. കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കാണണമെന്നായിരുന്നു റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ബാംഗ്ലൂരിലേക്ക് കൃഷ്ണഗിരിക്ക് പോകുന്ന വഴിയാണ്. മേളിൽ മെട്രോൻ്റെ ഇത് പോകുന്നുണ്ട്. അവിടുത്തെ അടിപൊളി ടെക് വേൾഡിലെ ബിൽഡിങ്സും ഒക്കെ നമുക്ക് കാണാം. ബാംഗ്ലൂർ ഏറ്റവും അധികം ടെക്കികളുള്ള ഒരു സിറ്റിയാണ്. അതിൻ്റെതായ ഗ്രോത്തും ഡെവലപ്മെൻറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇതൊക്കെ എൻജോയ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണണേ പ്ലീസ്. നമ്മളിപ്പോൾ ട്രാഫിക്ക് പോകുമ്പോൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ട്രാഫിക്കേ ഉള്ളൂ. ഫ്രൈഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഓഫീസിൽ പോകുന്ന ഓഫീസ് ഗോവേഴ്സിൻ്റെ നല്ലൊരു ക്രൗഡ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു പതിവില്ലാതെ അതിനെ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ വളരെ ലൈറ്റ് ട്രാഫിക്കാണ് ഉള്ളത്. എൻ്റെ അങ്ങനൊരു ബാഡ് ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു ബാംഗ്ലൂരിൽ ഇതിന് സ്മൂത്തായിട്ട് പോകാനുള്ളൊരു ചാൻസ് കിട്ടിയത്. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതിന് കുറച്ച് ബോറിംഗ് ആണ്. അപ്പോൾ ആ ഒരു ഇതിന് നമുക്ക് ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ഒരു വെൽക്കം സൈനായിരുന്നു ബാംഗ്ലൂരിലെത്തിയത്. ഇതിങ്ങനെ മോളാണ് വീഡിയോ എടുത്തിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ സൈഡിൽ കുറച്ച് നല്ല വിഷ്വൽസ് കിട്ടിയപ്പോൾ ഞാനങ്ങോട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പക്ഷേ അതത്ര അങ്ങോട്ട് വെയിൽ കാരണം അങ്ങോട്ട് നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരുന്നു, ഗ്ലെയർ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട് നോക്കിയപ്പോൾ അവിടെ ആണെങ്കിൽ സ്റ്റിക്കറും വെയിലാണെങ്കിൽ ഡയറക്റ്റ് അടിക്കണമായിരുന്നു, ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അത് മനസ്സിലാക്കിയപ്പോൾ ഇനി വീഡിയോ എടുക്കേണ്ട, മാക്സിമം വീഡിയോ എടുക്കാതിരിക്കാന്ന് വിചാരിക്കും, മോൾക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. മെയ് ഫ്ലവറിൻ്റെ ഒക്കെ സീസണായതുകൊണ്ട് വഴിയിലൊക്കെ നല്ലപോലെ മെയ് ഫ്ലവറൊക്കെ പൂത്ത് നിൽക്കുന്ന കാണാം. നല്ല റെഡ്, നല്ല ഭംഗിയാണ് അത് കാണുമ്പോൾ. നല്ല രസമാണ് അത് കാണാൻ. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിനെ പറയുന്നത് പെട്ടെന്ന് വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻസ് എല്ലാം കഴിയുന്നത്. ഒരു ഹ്യൂജ് ബിൽഡിങ്, എത്രയോ ലക്ഷം സ്ക്വയർ ഫീറ്റ് കാണുന്നത്. ലൈക്ക് മേ ബി ഈ ചൈനക്കാരൊക്കെ ചെയ്യണത് ഇതേപോലെയുള്ള ടെക്നോളജീസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഫാസ്റ്റ് കൺസ്ട്രക്ഷനും ഒക്കെ ആയിട്ട്. നമ്മൾ ഈ
ഈ മെട്രോ റെയിൽ തീർന്നത് കടുകുടി മെട്രോ സ്റ്റേഷനിലാണ്. അങ്ങനെ കൊണ്ട് നമ്മുടെ ഈ റൈഡിൻ്റെ ഓൾമോസ്റ്റ് എൻഡ് സ്റ്റേജിലേക്ക് എത്താറായി. നമ്മുടെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വൈറ്റ് ഫീൽഡ് ഈ കടകോടി ആ ഏരിയയിലാണ്, നല്ല മംഗള ഏരിയയാണ്, കണ്ണമംഗള ഏരിയ. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ ഡിസ്റ്റൻസിൽ എത്തിക്കഴിയാനായിരുന്നു. അപ്പോൾ പക്ഷേ ഒരു വളരെ ഒരു ഇതാണ്, നല്ല ട്രാഫിക് കുറവായിരുന്നു. അത് എത്ര തവണ പറഞ്ഞാലും മതിയായില്ല. ബിക്കോസ് ബാംഗ്ലൂരിൽ എനിക്ക് തോന്നുന്നത് ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇത്രയും MP റോഡ്സുകളുടെ റൈഡ് കാണുമെന്ന് എനിക്ക് വളരെ വളരെ പ്രതീക്ഷയുണ്ട്. ഇത്രയും അതൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നി ഈ ഒരു യാത്രയിൽ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ലഞ്ചും കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി മോളുടെ ഹോസ്റ്റലൊന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ നമ്മുടെ അവിടേക്ക് കോരമംഗല സൈഡിലേക്ക് പോകാനാണ്. കോരമംഗല ഡയറി സർക്കിളിൻ്റെ അവിടേക്ക് പോകാനാണ്. അവിടെ നമുക്ക് നല്ലൊരു ഹോസ്റ്റൽ ഐഡന്റിഫൈ ചെയ്യണം നമുക്ക് താമസിക്കാനായിട്ട്. ഇത് അതർ സൈഡ് ഓഫ് ദിസ് സിറ്റിയാണ്, അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ വീട്ടിൻ്റെ താമസിക്കാനായിരുന്നു. ജോബിൻ്റെ വർക്ക് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കൺവീനിയൻ്റ് ആയ സ്ഥലത്താണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഫൈനലി ഒരു നമ്മുടെ ബാംഗ്ലൂർ ട്രാഫിക് ബ്ലോക്ക് കാണാൻ തുടങ്ങി.
ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആയി. ഇത് ബാംഗ്ലൂർ തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു. എനിക്ക് ഡൗട്ടാണ്, നമ്മൾ ബാംഗ്ലൂർ തന്നെയാണോ പോകുന്നത്. ഇനിയിപ്പോൾ ആ സംശയം മാറി കിട്ടി എനിക്ക്. നമ്മള് ഹോസ്റ്റലല്ല PG അക്കോമഡേഷൻ എല്ലാം കണ്ട് തിരിച്ച് വീട്ടിൽ എത്തി. എല്ലാവരും ക്രിക്കറ്റ് മാച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. IPL പ്ലേ ഓഫ് ലാസ്റ്റ് എലിമിനേറ്റർ മാച്ച് നടക്കുകയാണ്. SRH അല്ല GT ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചു. അപ്പൊ നമ്മളിന്ന് PG എല്ലാം കണ്ടു, ഫൈനലൈസ് ചെയ്തു. ഓഫീസിന്റെ അടുത്ത് തന്നെയാണ്. മോള് എങ്ങനെയുണ്ട് PG? 6 minute walk from PG. ഇഷ്ടപ്പെട്ടോ PG? ഇഷ്ടപ്പെട്ടു. അക്കോമഡേഷൻ എല്ലാം നല്ല റൂം, 3 sharing room with bathroom and other facilities. സ്പേസ് ഒക്കെ ഉണ്ടോ? സ്പേഷ്യസ് ആണ്. നമ്മൾ 3 PGs കണ്ടു. 2 മലയാളി PG ആണ് ആദ്യം കണ്ടത്. PG അട്രാക്ഷൻ പോയിന്റ് അതായിരുന്നു, അട്രാക്ഷൻ ഉണ്ടായിരുന്ന. പക്ഷെ ഒന്ന് ഭയങ്കര ഫാറുമാണ്. പക്ഷെ കമ്പയറിങ് ദി ലിവിങ് ക്വാളിറ്റി അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ദ റൂമും എല്ലാം എൻവയൺമെന്റ് എല്ലാം നോക്കുമ്പോൾ ദിസ് പർട്ടിക്കുലർ PG was found to be much better, അല്ലേ? And it is very close by. നമുക്ക് ഓഫീസ് കാണാം, ഓഫീസിന്റെ ബിൽഡിംഗ് ദാറ്റ് ക്ലോസ്. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ലോണ്ടറി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട് എല്ലാ ഫ്ലോറിലും. അയൺ ചെയ്യാം. പിന്നെ ഫാൻ, വാഷ്റൂം, ഗീസർ, എല്ലാ ഫെസിലിറ്റി ഉണ്ട്. നാളെ ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇന്നത്തേക്ക് ബ്ലാങ്കറ്റ്, ബക്കറ്റ്, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്താണ്. അപ്പൊ അത് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യാണ്. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ വിശേഷങ്ങളായിട്ട് നാളെ വേറെ വീഡിയോയിൽ വരാം അടുത്ത ദിവസം. അപ്പോ നമ്മളുടെ ഹോസ്റ്റൽ സെലക്ഷൻ ആൻഡ് ജോബ് ജേർണിയും ഇതും കഴിഞ്ഞ് നാളത്തെ ഹോസ്റ്റലിലേക്ക് കുറച്ച് പർച്ചേസസ് ഒക്കെ ആയിട്ട് നാളെ കാണാം. അപ്പൊ എല്ലാവരും പിന്നെ എന്താ ചെയ്യേണ്ടത്? subscribe and share the video maximum and like എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. Thank you. Goodbye.